നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സൈബർ ത്രെറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സൈബർ ക്രൈംസ് അല്ലായിരുന്നോ? സൈബർ എത്തിക്സും സൈബർ ക്രൈമും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ സൈബർ ത്രെറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മലീഷ്യസ് ആക്ട്. മലീഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മലീഷ്യസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി ത്രെഡാണ് മലീഷ്യസ് കോഡ് എന്ന് പറയുന്നത്. ഈ മലീഷ്യസ് കോഡിനെ നമ്മുടെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോഡ്സിനെയാണ് മലീഷ്യസ് കോഡ്സ് എന്ന് പറയുന്നത്. ഒരു സൈബർ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് ആക്റ്റാണ്. ഈ മലീഷ്യസ് ആക്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ മലീഷ്യസ് ആക്ടിൻ്റെ മെയിൻ എയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡേറ്റനെ ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റനെ മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫിന് ഡിസ്ട്രപ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള എയിംസാണ് സൈബർ ത്രെഡ്സിൽ വരുന്നത്. സൈബർ അറ്റാക്സിൽ കമ്പ്യൂട്ടർ വൈറസ്, ഡേറ്റ ബ്രീച്ച്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, അങ്ങനെ ഒരുപാട് അറ്റാക്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10 കോമൺ ടൈപ്സ് ഓഫ് സൈബർ ത്രെഡ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ത്രെഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേതൊക്കെയാണ്? മാൽവെയർ, ഫിഷിംഗ്. ആദ്യത്തേതാണ് മാൽവെയർ. ഫസ്റ്റ് വണ്ണാണ് മാൽവെയറിനെ കുറിച്ചാണ് കോമൺ ത്രെഡ്സിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒരു മലീഷ്യസ് ടാസ്കിനെ പെർഫോം ചെയ്യുന്നതിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിലുള്ള ഡേറ്റാനെ കറപ്റ്റ് ചെയ്യുന്നു. അതാണ് മാൽവെയറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ഏതാണ്? ഫിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇമെയിൽ ബോൺ അറ്റാക്കാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു ഇമെയിൽ റെസിപ്പിയൻറ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് അവരുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഡിസ്ക്ലോസ് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ തുറന്നു കാണിക്കുന്നത്. ഇപ്പം ഒരു ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ കൺസിഡർ ചെയ്യുക, അവരുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രയോറിറ്റി, അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ആ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കും. അല്ലെങ്കിൽ എന്താണ്? ഒരു ഇമെയിലിൻ്റെ കൂടെ നമ്മൾ എന്താണ്? ഒരു മാൽവെയർ, ഒരു ഹൈപ്പർ ലിങ്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. ദെൻ ആ മെസ്സേജ് എപ്പോഴാണോ ഒരാൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഈ മാൽവെയറിനെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഫിഷിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അറ്റാക്കർ വിക്ടിമിനെ കുറിച്ച് പഠിക്കും. ആരെയാണോ അറ്റാക്ക് ചെയ്യേണ്ടത് അയാളെക്കുറിച്ച് ഈ അറ്റാക്കർ പഠിച്ചിട്ട് ഒരു ആൾമാറാട്ടം, ഇൻപേഴ്സണേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾമാറാട്ടം എന്നാണ് മീനിങ്. ഒരു ആൾമാറാട്ടം നടത്തും. അതായത് ആ റെസിപ്പിയൻ്റ് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആൾമാറാട്ടം നടത്തി ചെയ്യുന്ന ടൈപ്പ് ത്രെട്ടാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മാൻ ഇൻ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻഡറും ഒരു റെസിപ്പിയൻറ്റും ഉണ്ടായിരിക്കുമല്ലോ. ഇലക്ട്രോണിക് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതിൽ ഒരു സെൻഡറും ഒരു റെസിപ്പിയൻറ്റും ഉണ്ടായിരിക്കുമല്ലോ. ഈ സെൻഡറും റെസിപ്പിയൻറ്റിൻ്റെയും ഇടയിൽ ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ ഇലക്ട്രോണിക് മെസ്സേജിനെ അയാൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ മെസ്സേജിനെ എന്ത് ചെയ്യും? മെസ്സേജിന് മാറ്റം വരുത്തും. ഇടയിൽ കയറിയിട്ട് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയിലുള്ള മെസ്സേജിൻ്റെ ഇടയിൽ വെച്ചിട്ട് സെൻഡ് ചെയ്യുകയും റിസീവർ അത് റിസീവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഈ മെസ്സേജിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യും, അതിനെ ട്രാൻസിറ്റ് ചെയ്യും. അപ്പം സെൻഡർ എന്ത് വിചാരിക്കും? റെസിപ്പിയൻ്റ് എന്ത് വിചാരിക്കും? ഇത് കിട്ടുന്ന ആ മെയിലായിരിക്കട്ടെ, കൺസിഡർ ഇറ്റ് ഈസ് എ മെയിലാണെന്ന് വിചാരിക്കുക. അപ്പം ഈ മെയിൽ കിട്ടുന്ന റെസിപ്പിയൻ്റ് എന്ത് വിചാരിക്കും? ഈ മെസ്സേജാണ് എൻ്റെ സെൻഡർ അയച്ചേക്കുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ്ലി ആണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. സോ സെൻഡർ അയച്ച മെസ്സേജ് ഇത് തന്നെ ആയിരിക്കാം എന്ന് റിസീവർ വിശ്വസിക്കും. ദെൻ ഒരു മാൻ ഇൻ മിഡിൽ അറ്റാക്ക് മെയിൻലി മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെയാണ്. അതായത് എനിമീനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മാൻ ഇൻ മിഡിൽ അറ്റാക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ട്രോജൻസിനെ മെയിൻലി ട്രോജൻ ഹോഴ്സ് എന്നായിരുന്നു ഗ്രീക്ക് ഹിസ്റ്ററിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു മാൽവെയർ ആണ്. അതായത് ഈ മാൽവെയർ നമ്മുടെ ടാർഗറ്റഡ് സിസ്റ്റത്തിന്, ഏത് സിസ്റ്റത്തിനെയാണോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ടാർഗറ്റഡ് സിസ്റ്റത്തിൽ കയറും ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്. ദെൻ ആ ഹോസ്റ്റ് സിസ്റ്റത്തിൽ ഒരു മലീഷ്യസ് കോഡായിട്ട് ഈ ട്രോജൻസ് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് റാൻസം വെയർ.
റാൻസം വെയർ ആണ് അടുത്ത ത്രെട്ട്. അതായത് ടാർഗറ്റഡ് സിസ്റ്റത്തിൽ, അതായത് നമ്മൾ ഏത് സിസ്റ്റത്തിനെയാണോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതാണല്ലോ ടാർഗറ്റ് സിസ്റ്റം. ആ ടാർഗറ്റ് സിസ്റ്റത്തിൻ്റെ ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്യും. അതായത് അതിൻ്റെ ആ ഡേറ്റ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഫോർമാറ്റിനൊരു ചേഞ്ച് വരുത്തും ഇവർ. എന്നിട്ട് ഡേറ്റേനെ ഇനിയും ആ യൂസറിന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എക്സ്ചേഞ്ച് അവരാവശ്യപ്പെടും. ഒരു ക്യാഷോ എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. ടാർഗറ്റ് സെറ്റ് സിസ്റ്റത്തിലെ ഡേറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യുക മീൻസ് അതിൻ്റെ അപ്പിയറൻസിൻ്റെ ഇത് മാറ്റിയിട്ട് സർട്ടൻ കോഡ്സിൻ്റെ ഒക്കെ ടേംസിലാക്കും. അങ്ങനെ ആക്കിയിട്ട് അതിന് യൂസറിന് ഇനി ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിമാൻഡ്സ് അവർ വയ്ക്കും. ഈ അറ്റാക്സ് ഒരു ലോ ലെവൽ ന്യൂസൻസ് തൊട്ട് സീരിയസ് ഇൻസിഡൻസ്, അതായത് എൻ്റെ ഒരു 2018 ഒരു റാൻസം വെയർ കാരണം അറ്റ്ലാന്റ മുനിസിപ്പൽ ഗവൺമെൻറ് മുഴുവൻ ആ എൻ്റയർ സിറ്റിനെ ലോക്ക്ഡൗൺ ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് വണ്ണാണ് ഡിനയൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ DOS. ഡിനയൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നും ഇതിനെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കുമല്ലോ. അറ്റാക്കർ where an attacker takes over many of devices and uses them to invoke the functions of a target system. അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിനെ എന്ത് ചെയ്യാണ് ടാർഗറ്റ് ചെയ്തിട്ട് ക്രാഷ് ഉണ്ടാക്കത്തില്ലേ. ക്രാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അറ്റാക്കർ ഒരുപാട് ഡിവൈസസിനെ യൂസ് ചെയ്തിട്ട് ആ ടാർഗറ്റഡ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഈ സ്പാം മെസ്സേജസ് ഒക്കെ ചെയ്യത്തില്ലേ, ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കയറ്റി വിടും. അപ്പോഴത്തേക്കും സിസ്റ്റം എന്താവും, ക്രാഷ് ആയിപ്പോവും, സിസ്റ്റം ഇങ്ങനെ സ്ട്രക്കായിപ്പോവും. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അറ്റാക്ക് ഓൺ IoT ഡിവൈസസ് എന്താ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെയാണ് IoT എന്ന് പറയുന്നത്. അറ്റാക്സ് ഓൺ IoT ഡിവൈസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഒരുപാട് ടൈപ്പ് സൈബർ ത്രെറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് അറ്റാക്ക് പെർഫോം അതിൻ്റെയും ഒരു പാർട്ടായിട്ട് ഇത് വരുന്നുണ്ട്. കാരണം നമ്മുടെ ഡിവൈസിൽ നിന്നും അൺഓതറൈസ്ഡ് ആയിട്ട്, അതായത് അവകാശമില്ലാതെ ഡേറ്റാനെ എന്ത് ചെയ്യുന്നു, ആക്സസ് ചെയ്യുന്നു. ദെൻ മെയിൻലി ഇതെന്താണ്, ഔട്ട് ഓഫ് ഡേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനൊക്കെ ആയിരിക്കും ഈ അറ്റാക്ക് മെയിൻലി വരുന്നത്. ദെൻ ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ് ഡിവൈസസ് എന്ന് പറയുന്നത് മലീഷ്യസ് ആക്ടേഴ്സിൻ്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് IoT ഡിവൈസസ് ആയിരിക്കും. കാരണം ഈ IoT ഡിവൈസസിൽ ഒരുപാട് ഡിവൈസസ് അപ്ഡേഷൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പം അവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ മലീഷ്യസ് ആക്ടേഴ്സിൻ്റെ പ്രൈമറി ടാർഗറ്റ് IoT ഡിവൈസസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡേറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് ആക്ടർ എന്താണ്, ഒരു മലീഷ്യസ് ആക്ടർ, അതായത് മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നയാൾ ഒരു ഡേറ്റ ബ്രീച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റേനെ അവർ മോഷ്ടിച്ചിട്ട് അതെന്താണ് ഈ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രൈം ചെയ്യുക എന്നുള്ള മോട്ടീവാണ് ഇവിടെ വരുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനെ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള എയിംസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ അതുപോലെ എസ്പിയോണേജ് അങ്ങനെയൊക്കെയുള്ള എയിംസാണ് ഈ ഡേറ്റ ബ്രീച്ചസിന് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മാൽവെയർ ഓൺ മൊബൈൽ ആപ്സ്. ഇപ്പോൾ എന്താണ്, മൊബൈൽ ഡിവൈസസ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാൽവെയർ അറ്റാക്സ് വേറെ എന്ത് കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയറിൽ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെയും ഒരു മൊബൈൽ ഡിവൈസിലും മാൽവെയർ അറ്റാക്ക് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ഇമെയിലിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിൽ കൂടിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാൽവെയർ ആപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളറിയാതെ തന്നെ ഡൗൺലോഡ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം, അതുപോലെ തന്നെ ഓരോ മൊബൈലിൽ നമ്മൾ ഓരോ വെബ്സൈറ്റ്സ് വിസിറ്റ് ചെയ്യുമ്പം, ദെൻ ഫിഷിംഗ് ഇമെയിൽസ്, ചിലപ്പോൾ ചുമ്മാ ഇമെയിൽസ് വരത്തില്ലേ, ആ ഇമെയിൽസ് ഓപ്പൺ ചെയ്ത് വരുമ്പം, ടെക്സ്റ്റ് മെസ്സേജസ് ഓപ്പൺ ചെയ്യുമ്പം, ഇങ്ങനെ ഒരുപാട് കേസിൽ നമ്മളറിയാതെ തന്നെ ഒരു മാൽവെയർ നമ്മുടെ മൊബൈൽ ഫോൺസിലോട്ട് ഡൗൺലോഡഡ് ആവുന്നുണ്ട്. വൺസ് ഒരു ഡിവൈസ് എപ്പോഴെങ്കിലും ഈ അറ്റാക്കിന് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ ഡിവൈസിന് ഈ മാൽവെയർ ആക്ടറിന് ആക്സസ് കൊടുക്കും. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൽവെയർ ആക്ടറിന് ഈ മലീഷ്യസ് കോഡ് ഇട്ട ആൾക്ക് നമ്മുടെ ഡിവൈസിൽ കയറി നമ്മളറിയാതെ തന്നെ ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് പറ്റും.
ഡാറ്റ ലൊക്കേഷനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും എല്ലാ മൊബൈൽ ഫോൺസിലല്ലേ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ആ ഫിനാൻഷ്യൽ ഡേറ്റാസും എന്ത് ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഈ മാൽവെയർ ആക്ടറിനെ, അതായത് നമ്മുടെ ഈ മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്ത ആളെയാണ് മലീഷ്യസ് ആക്ടർ എന്ന് പറയുന്നത്. ഈ മലീഷ്യസ് ആക്ടറിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.